Hi, Hi, good evening all. ഞാൻ സുലൈഹാബി ഫ്രം ലക്ഷദ്വീപ്. ഞാൻ ട്രെയിൻ ദ ട്രെയിനറിലെ 13ാമത്തെ ബാച്ച് സ്റ്റുഡന്റ് ആണ്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് സ്റ്റോക്കിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനിങ് കഴിഞ്ഞവരാണ് ഇതിൽ സെക്ഷൻ അവതരിപ്പിക്കാൻ എത്തുന്നത്. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഗ്രേറ്റ് പേഴ്സൺ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ട്രെയിനർ ആയിരിക്കുന്ന പൊന്നാനി സ്വദേശി ഷഫീഖ് സാറാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാർ അവതരിപ്പിക്കുന്ന ടോപ്പിക് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്നതാണ്. വെൽക്കം ഷഫീഖ് സാർ. താങ്ക് യു. താങ്ക് യു. എന്നെ കേൾക്കാമോ? ഓഡിബിൾ ആണോ? ഓക്കെ ആണ് സാർ. എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷഫീഖ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടാണ് സ്വദേശം. നിലവിൽ ദുബായിൽ ജോലി ചെയ്തു വരികയാണ്. ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന്റെ 14ാമത്തെ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. ഇങ്ങനെ ഒരു 1 hour സെഷൻ എടുക്കാൻ അവസരം തന്നതിൽ വിംബിൾ അക്കാദമിയോടും ഫൈസൽ സാറിനോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, പ്രസംഗം എന്നത് ഒരു കലയാണ്. പബ്ലിക് സ്പീക്കിംഗ് ഈസ് ആൻ ആർട്ട്. അപ്പോ പ്രസംഗം എന്നത് ജന്മനാൽ ലഭിക്കുന്ന ഒന്നല്ല. ഈ കല ജീവിതാനുഭവങ്ങളിലൂടെ അതല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ പരിശീലനത്തിലൂടെ ഒക്കെ നേടിയെടുക്കുന്ന ഒന്നാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ നാട്ടുകാർ, അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് നമ്മളിങ്ങനെ കണക്റ്റ് ആയിട്ട് ആണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും അങ്ങനെയൊക്കെ. അപ്പൊ നമ്മിലുള്ള അറിവുകളെ, ആശയങ്ങളെ, ചിന്തകളെ ഒക്കെ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്, ആളുകളിലേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ്. ഒരുപക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഒരു പബ്ലിക് സ്പീക്കർ ആയിട്ടില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചിന്താഗതികൾ, അതല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് റീസൺ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ഒരു നല്ലൊരു ആയി തീരാതെ പോയത്. ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ഇപ്പൊ പാല് കുടിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി വിശക്കുന്നു എന്നുള്ള ഒരു റീസൺ ഉള്ളത് കൊണ്ട് കുട്ടി പാല് കുടിക്കുന്നു. ആ കുട്ടി വലുതായി വരികയാണ്. വലുതായി ഒരു 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സൊക്കെ ആകുമ്പോൾ ആ കുട്ടിക്ക് ഒരു ആഗ്രഹം വരികയാണ്, എന്ത്? സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ സമീപിക്കും, അതല്ലെങ്കിൽ സൈക്കിൾ വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് മെല്ലെ മെല്ലെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കും. അങ്ങനെ ഒറ്റക്ക് ചവിട്ടാൻ പഠിച്ച് ഒരു ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടി സൈക്കിൾ എടുത്ത് പോകും. മറ്റൊന്ന്, നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാർ. ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്ന് ഒരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചു. അപ്പോൾ ഇൻസ്ട്രക്ടർ ക്ലച്ച് ഇടണം, ഗിയർ ഇടണം എന്നൊക്കെ ആദ്യം കാണിച്ചു തന്നു. അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ മെല്ലെ പോക്കറ്റ് റോട്ടിലേക്ക് കയറി, പോക്കറ്റ് റോട്ടിൽ നിന്ന് പിന്നെ മെയിൻ റോട്ടിൽ കയറി, പിന്നെ അങ്ങനെ ലൈസൻസ് കിട്ടി. പിന്നെ നമ്മൾ സ്വയം വണ്ടി ഓടിക്കാൻ തുടങ്ങി. മറ്റൊന്ന്, നമ്മൾ നീന്താൻ പഠിച്ചത് നമ്മൾ വീട്ടിലെ കുളത്തിൽ നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ നീന്തും, അല്ലെങ്കിൽ പള്ളിക്കുളത്തിലൊക്കെ പോയിട്ട് അങ്ങനെ പണ്ട് ഞങ്ങൾ നീന്തും, പുഴയിൽ നീന്തും. അങ്ങനെ നമുക്ക് ഒരു ഇംപ്രൂവൈസേഷൻ വരുമ്പോൾ, നമുക്ക് നീന്താൻ ആത്മവിശ്വാസം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടലിലും ആഴക്കടലിലൊക്കെ പോയിട്ട് നീന്തും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ സ്കില്ലാണ്. നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ നേടിയെടുത്ത ഒന്നാണ്. ഇതുപോലെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മഹത്തായ കലയാണ് പ്രസംഗം എന്നത്. നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ടാലന്റ് ഉണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ അമ്മ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പാട്ട് പാടാനൊക്കെ കഴിവുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ അഭിരുചി നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടും. അതിന് ടാലന്റ് എന്നാണ് പറയാം. അതേസമയം ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതാവട്ടെ, സൈക്കിൾ ഓട്ടം പഠിക്കുന്നതാവട്ടെ, നീന്തൽ പഠിക്കുന്നതാവട്ടെ, പ്രസംഗം ഒക്കെ എന്താണ്? സ്കില്ലാണ്. അപ്പൊ സ്കില്ലും ടാലന്റും രണ്ടാണ്. നമുക്ക് പാട്ട് പാടാൻ കഴിയുന്നു, പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ടാലന്റ് ആണെങ്കിൽ, പ്രസംഗം നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രസംഗം എന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരുപാട് പ്രഭാഷകരുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രഭാഷകരില്ലേ? ഒന്ന് പറയോ, ആർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനെ പറയോ? എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്രഭാഷകരുണ്ട്. ആരെങ്കിലും ഒന്ന് ശശി ഓഡിബിൾ തരൂർ. ആണെങ്കിലും ഏഹ് ശശി തരൂർ. യെസ് യെസ്, ശശി തരൂർ, അബ്ദുസമദ് സമദാനി, അതുപോലെ മുമ്പായിരുന്നെങ്കിൽ സുകുമാർ അഴീക്കോട്, അങ്ങനെ ഒരുപാട് പ്രഭാഷകരുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു പ്രഭാഷണം നിർവഹിക്കുമ്പോൾ ആ ഒരു സമൂഹത്തിൽ അവരുടെ പ്രഭാഷണം കൊണ്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മളിലൊക്കെ. ഇപ്പൊ ഒരു പ്രഭാഷണം നിർവഹിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു രാജ്യത്തിന്റെ നേതൃനിരയിലൊക്കെ ഇരിക്കുന്ന ഒരു ലീഡറൊക്കെ ആണെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായിട്ടുള്ള കാലത്ത് നമ്മുടെ വിരൽത്തുമ്പിലൂടെ വളരെ വേഗത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ചലനങ്ങൾ ഉണ്ടാവും, വലിയ ചർച്ചാ വിഷയമാവും. അപ്പോൾ ആ പ്രസംഗങ്ങളാണ് അതൊക്കെ. പ്രസംഗങ്ങളൊക്കെ സമൂഹത്തിലും ആളുകൾക്കിടയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പൊ ഇവരൊക്കെ ആദ്യം ഇവരെ ഭൂതകാലം, പഴയ കാലത്ത് ഇവർ നല്ല പ്രഭാഷകരായിരുന്നില്ല. ഇവര് നിരന്തരമായിട്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ വലിയ പ്രഭാഷകരായി വന്നതാണ്. അപ്പൊ അതുപോലെ നമുക്കും ഒരു സ്ട്രോങ് റീസൺ ഒരു പ്രഭാഷകനാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിരന്തരമായി പ്രയത്നത്തിലൂടെ നമുക്ക് നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കും. ഒരു പ്രഭാഷകനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടതെന്നറിയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. അതിന്റെ ഇടയിൽ ആരോ ഒരാളെ വേറെ സൗണ്ട് വന്നു. അപ്പൊ തുടങ്ങാം. ഒരു പ്രഭാഷകനാവണം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടതെന്നറിയും, അയാൾക്ക് പ്രഭാഷകൻ ആവണം എന്നുള്ള കത്തിജ്വലിക്കുന്ന ആഗ്രഹം. വെറുതെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, കത്തിജ്വലിക്കുന്ന ആഗ്രഹം. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നു. ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒന്നും നടക്കുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും നടക്കണില്ല എന്ന് ഗുരുവിനോട് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരും. അങ്ങനെ ഈ ശിഷ്യനെയും കൂട്ടി കടൽക്കരയിലേക്ക് പോയി. അങ്ങനെ കടൽക്കരയിലേക്ക് പോയി കടലിലെ വെള്ളത്തിലേക്ക് ഇറക്കി ഈ ശിഷ്യനെ. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി ശിഷ്യന്റെ തലമുടി പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കി ഈ ഗുരു. അങ്ങനെ വെള്ളത്തിലേക്ക് മുക്കിയ സമയത്ത് ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി കേണു, വല്ലാതൊരു പെടച്ചിൽ അനുഭവപ്പെട്ടു. അങ്ങനെ ഉടനടി ഈ ഗുരു ഇദ്ദേഹത്തെ വെള്ളത്തിൽ നിന്ന് പൊക്കി. അങ്ങനെ പൊക്കിയിട്ട് ഈ ഗുരു ചോദിച്ചു, ഞാൻ നിന്നെ വെള്ളത്തിലേക്ക് മുക്കിയ സമയത്ത് നിനക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പോ ഞാന് മരിക്കാൻ പോകുന്നു എന്നൊരു വെപ്രാളം, ഞാൻ മരണപ്പെടുമോ എന്നൊരു ഭയപ്പാട്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, ആ ശ്വാസം കിട്ടാതെ പിടഞ്ഞ സമയമുണ്ടല്ലോ, അതാണ് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. വെറുതെ ഉള്ള ഒരു ആഗ്രഹമല്ല, നമുക്ക് ആ ശ്വാസം കിട്ടാതെ പെടയുന്ന, അതിനുവേണ്ടി ആ ശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയമുണ്ടല്ലോ, അതാണ് ബേണിംഗ് ഡിസയർ. ഒരു പ്രസംഗകല നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഡിസയറാണ് ഉണ്ടാവേണ്ടത്. പ്രസംഗകല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എന്തും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേണിംഗ് ഡിസയർ വേണം. അതായത് വയറിന്റെ അകത്ത് തന്നെ കത്തിജ്വലിക്കുന്ന ആഗ്രഹം. ബേണിംഗ് ഡിസയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ മാസവും ഒക്കെ അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ആവണം. അതായത് നല്ല പ്രഭാഷകർ അവരുടെ പ്രസംഗം നിരീക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട നോളജുകൾ നേടിക്കൊണ്ടിരിക്കുക, പ്രസംഗ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി നിരന്തരമായിട്ട് നമ്മൾ അതിനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക. ആ ശ്വാസത്തിന് വേണ്ടി അലയുന്നത് പോലെ ഒരു കത്തിജ്വലിക്കുന്ന ആഗ്രഹത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എത്തുമ്പോഴാണ് ഒരു പ്രഭാഷകനാവുക. അപ്പൊ പ്രഭാഷകനാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ആദ്യം വേണ്ടത് പ്രഭാഷകനാവണം എന്നുള്ള കത്തിജ്വലിക്കുന്ന ആഗ്രഹം. ഇനി എൻ്റെ ലൈഫിൽ ഉള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ. ഞാൻ പ്രസംഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും പ്രസംഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ശീലങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതായത് നമ്മൾ പ്രസംഗം നിർവഹിക്കുക എന്നത് നമുക്ക് വലിയ ഭയമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഭയമുള്ള ഒരു കാര്യത്തെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ ഭയം നമ്മളിൽ നിന്ന് അകന്നു പോകുള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് പ്രസംഗിക്കാൻ കഴിയാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഏതെങ്കിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത് പോയിട്ട്, ഇപ്പൊ ഒരു 7 മണിക്ക് പ്രോഗ്രാം നടക്കണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 മണിക്ക് അവിടെ പ്രോഗ്രാമിന്റെ സ്ഥലത്ത് പോകും. എന്നിട്ട് അവിടെ ഓഡിയൻസ് ഒന്നും എത്തിയിട്ടുണ്ടാവില്ല, അവിടെ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പോഡിയം ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചെയർ ആളുകളൊക്കെ ഇങ്ങനെ സംഘാടകർ പിടിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിലൊക്കെ ഇങ്ങനെ പങ്കാളികളാവുക. നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റേജുമായിട്ട് ഇങ്ങനെ അടുക്കണം. അപ്പൊ ആ പോഡിയൊക്കെ ഒന്ന് പിടിച്ചാണ് അവരെ സഹായിക്കുക,
അല്ലെങ്കിൽ കസേരയൊക്കെ പിടിച്ചിടാൻ അവരെ കൂടെ ഒന്ന് സഹായിക്കുക, അല്ലെങ്കിൽ ഓഡിയൻസ് ഒക്കെ വരുന്നതിന് പോടിയൊക്കെ ആയി അപ്പൊ അതിലൊക്കെ ഒന്ന് വെറുതെ നിന്ന് നോക്കുക, പ്രസംഗിക്കണ ഒരു ഫീൽ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ഭയം ഇങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഫ്രണ്ട് സീറ്റ് ഒക്കെ ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ടാവും, ബാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുക സീറ്റുകൾ ഇങ്ങനെ ഫില്ലായി വരിക. അതിന്റെ അർത്ഥം എന്താ, ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ എന്ന ഭയപ്പാട് കൊണ്ടാണ് എന്താ ചെയ്യുന്നത് ഫ്രണ്ട് സീറ്റിൽ ആരും ഇരിക്കാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പിടം ഉറപ്പിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആത്മവിശ്വാസം നേടിയെടുക്കാനാണ്. നമ്മളൊരു പ്രസംഗകല പെട്ടെന്ന് നമുക്ക് ഒരിക്കലും നിർവഹിക്കാൻ പറ്റില്ല. ഒരു പ്രസംഗം നിർവഹിക്കാൻ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ അടുക്കാണ്. അപ്പൊ അത് അടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. മെല്ലെ മെല്ലെ അതിലൊക്കെ ഒന്ന് പങ്കാളികൾ ആ ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കുക. മറ്റൊന്ന്, നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ എന്ത് ചെയ്യാം, നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക, മൈക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ അതൊക്കെ ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ആ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, നമ്മൾ എന്ത് ചെയ്യുക, ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പ്രസംഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രസംഗം എന്നത് എന്താണ്, ആർക്ക് പറയാൻ പറ്റും? ഏറ്റവും ചെറിയൊരു പ്രസംഗം. ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, സ്വാഗത പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, അങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് പ്രസംഗം. അതിൽ ഏറ്റവും ചെറിയ പ്രസംഗം എന്ന് പറയുന്നത് ഏതാണ്, ആർക്ക് പറയാൻ പറ്റും? നന്ദി പ്രസംഗം. അടുത്ത ആൾ പറയൂ. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ നന്ദി പ്രസംഗം പറഞ്ഞു, പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും ചെറിയ പ്രസംഗം എന്ന് പറയുന്നത് ആശംസാ പ്രസംഗമാണ്. അതായത് ഒരു പരിപാടിയിലെ ഏറ്റവും ചെറിയ പ്രസംഗം, അതായത് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എന്റെയും സംഘടനയുടെ പേരിലൊക്കെ ആശംസ നേരുന്നു എന്ന് 2 വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഒന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭയം ഉള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ഈ ചെറിയ റോളുകളൊക്കെ നിർവഹിക്കുക. അങ്ങനെയാണ് നന്ദി ഒരു പ്രസംഗം അങ്ങനെ പടിപടിയായിട്ട്. തന്നെയല്ലേ സാറേ? നന്ദി പ്രസംഗം അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ അതിലും ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്. നന്ദി പ്രസംഗവും ചെറുത് തന്നെ, ഷോർട്ട് തന്നെയാണ്. പക്ഷെ ആശംസാ പ്രസംഗമാണ് കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒരുപാട് പേര് അങ്ങനെ ആശംസ എടുക്കാനുണ്ടാവും. അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് കയറിയിട്ട് ആശംസ പറയാൻ ഒരു അവസരം. അപ്പോൾ അങ്ങനെ നമുക്ക് പടിപടിയായിട്ട് ആ സ്റ്റേജുമായി നമുക്ക് എന്ത് ചെയ്യാം, അടുക്കാൻ പറ്റുമെന്നതാണ്. അപ്പൊ അത്തരത്തിൽ ചെറിയ ചെറിയ ഒരു റോളുകളൊക്കെ നമ്മൾ നിർവഹിക്കാൻ നോക്കുക. ഇനി പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. പ്രസംഗകല അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇപ്പോ പ്രസംഗകല നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാള് ആളുകളുടെ കണ്ണിൽ നോക്കിയിട്ടാണ് സംസാരിക്കുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ ആ ഓഡിയൻസ് മുഴുവനായിട്ടുള്ള ആളുകളുടെ കണ്ണ് നമ്മളെ മുഖത്തേക്കാണ് വരുന്നത്. അപ്പൊ ആ കണ്ണിൽ നോക്കിയിട്ട് അത്രയും ആളുകൾക്ക് നമ്മൾ സന്ദേശം ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പ്രസംഗകലയിലൂടെ നേടിയെടുക്കുന്ന ഒരു കോൺഫിഡൻസ് മറ്റൊന്നിലൊന്നും ലഭിക്കൂല എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രസംഗകല ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്റ്റേജിൽ മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളെ കമ്പനിയിൽ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രസംഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രസംഗകല ഉള്ള ഒരാൾ, പബ്ലിക് സ്പീക്കിംഗ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് മീറ്റിങ്ങുകളിലൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെ ഇരുത്തിയിട്ട് ചെറിയ ട്രെയിനിങ് പോലെ, അല്ലെങ്കിൽ നമുക്ക് അവരെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ പബ്ലിക് സ്പീക്കിംഗ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കും. അദ്ദേഹം നല്ല കോൺഫിഡന്റ് ആയിരിക്കും. മറ്റൊന്ന്, ഇപ്പൊ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ സെയിൽസ്മാൻക്ക് പുറത്തൊക്കെ പോകണം, കമ്പനിയുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം, ആളുകൾ കൺവിൻസ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യാ, ഈ ആൾക്ക് ഈ പബ്ലിക് സ്പീക്കിംഗ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ചെയ്യാൻ പറ്റും. കാരണം അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ആത്മവിശ്വാസം കൂടിയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, നമ്മളെ ട്രെയിനിങ്. ഒരു ട്രെയിനർ എന്നത് അയാളൊരു നല്ലൊരു പബ്ലിക് സ്പീക്കർ ആയിരിക്കും. പബ്ലിക് സ്പീക്കിംഗ് ഉള്ള ഒരാൾക്കാണ് ഈ ട്രെയിനർ ആവാൻ പറ്റുള്ളൂ. അത് മറ്റൊന്ന്, ടീച്ചിങ്. നമ്മൾ ഒരു ടീച്ചർ ആവണമെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോ ഒരുപാട് സാധ്യതയുള്ള വലിയൊരു സ്കില്ലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു അമ്മ എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്.
പബ്ലിക് സ്പീക്കിംഗ് ഈസ് ദ ഹൈ ഇൻകം സ്കില്ലാണ്, ഒരു വലിയൊരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പൊ അതിലൂടെ നമ്മളിൽ ഒരുപാട് ഈ തരത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ജോലിയിലും കാര്യങ്ങളിലും ഒക്കെ. അതുപോലെ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. കാരണം പബ്ലിക് സ്പീക്കിംഗ് നേടിയെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അയാളുടെ ഫേസ് ടു ഫേസ് ആണ് പോയി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ പതറൂല ഒരിക്കലും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആണ്. നമുക്ക് അപാരമായിട്ടുള്ള ഒരു കോൺഫിഡന്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുമ്പോൾ സോഷ്യൽ കണക്ഷൻസ്. അപ്പൊ നിങ്ങൾ നല്ല പ്രഭാഷകനായി, ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരൻ റോളിലാണ് നിങ്ങൾ ഇരിക്കുന്നു എന്നൊരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുടനീളം നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ പ്രസംഗിക്കാൻ പോകുന്നു. അങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ടുള്ള കണക്ഷൻസ്, മണ്ഡലം, ജില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ടുള്ള കണക്ഷൻസ്. നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർത്ത് എന്ന് പറയാറുണ്ട്. ബന്ധങ്ങളാണ് ജീവിതത്തിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ബന്ധങ്ങളാണ് ജീവിതത്തിന്റെ ഭംഗി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ആളുകൾ, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, അവരുമായിട്ടുള്ള കണക്ഷൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ഈ പബ്ലിക് സ്പീക്കിംഗ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നല്ല പബ്ലിക് സ്പീക്കർ ആണെങ്കിൽ അയാളെല്ലാവരും അറിയും, ഒരുപാട് ആളുകൾക്ക് അറിയും അദ്ദേഹത്തെ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നതാണ്. അപ്പൊ ഒന്ന് ബെനിഫിറ്റ് കോൺഫിഡന്റ് ആണ്, മറ്റൊന്ന് സോഷ്യൽ കണക്ഷൻസ്. മൂന്നാമത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നതാണ്. നല്ലൊരു പബ്ലിക് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവും. കാരണം ആളുകളിലേക്ക് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം, അതിന്റെ എല്ലാ ഫീലിങ്ങോട് കൂടി. ഇപ്പൊ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ഇത് പറയുമ്പോൾ, ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കുട്ടി അമ്മയോട് പറയണം, അമ്മേ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്നതും അമ്മയെ വിശക്കുന്നു എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്നത് രണ്ടാണ്. അവിടെ ഒരു ഫീല് വരുന്നുണ്ട്. ഭക്ഷണം വേണമെന്ന് പറയുന്നതും വിശക്കുന്നു ഭക്ഷണം വേണമെന്ന് പറയുന്നതൊക്കെ ഫീൽ ഉണ്ട്. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള കുറെ ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് ഒരു പ്രസംഗകല വളർത്തി അതിലൂടെ ഒരു പ്രാവീണ്യം നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റും, പതറാതെ, അതല്ലെങ്കിൽ അല്പം പോലും ഭയസങ്കോചമില്ലാതെ, ഭയാശങ്കകളില്ലാതെ മനോഹരമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ആശയവിനിമയം നടത്താൻ ആർക്ക് പറ്റും? ഈ പബ്ലിക് സ്പീക്കിംഗ് അറിയുന്ന ഒരാൾക്ക് പറ്റുന്നു. ഒരുപക്ഷെ അതുപോലെ മറ്റൊരാൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. നമുക്കൊരാളെ പരിചയപ്പെട്ട് അയാളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്താൻ നമ്മൾ ഒരുപക്ഷെ പതറിപ്പോവും. അതേസമയം പബ്ലിക് സ്പീക്കിങ്ങിലൂടെ നേടിയെടുത്ത ആ സ്കില്ല് ഉപയോഗിച്ച് അയാള് പ്രസംഗിക്കുമ്പോൾ, അയാള് ആശയവിനിമയം നടത്തുമ്പോൾ നല്ല രീതിയിൽ അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു എന്നുള്ളത്. നാലാമത്തെ ബെനിഫിറ്റ് പറയാനുള്ളത് പ്രസന്റേഷൻ സ്കില്ല് വർദ്ധിക്കുന്നതാണ്. പ്രസന്റേഷൻ, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്രസന്റ് ചെയ്യാൻ ആ സ്കില്ല് എല്ലാം കൂടി അതിന്റെ ചേരുവകൾ, ഇപ്പോൾ നമ്മുടെ കൈയുടെ ആക്ഷൻസ്, അല്ലെ എക്സ്പ്രഷൻസ്, ആ ഫീലിംഗ്, അതോട് കൂടിയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ആ പ്രസന്റേഷന്റെ മുഴുവനായിട്ട് മാറുള്ളൂ. അപ്പൊ അങ്ങനെ പ്രസന്റേഷൻ സ്കില്ല് വർദ്ധിക്കാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് അതിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ്, പ്രസന്റേഷൻ സ്കില്ല്. മറ്റൊന്ന് പറയുന്നത് അഡ്മിറേഷൻ. അഡ്മിറേഷൻ എന്ന് പറയുമ്പോൾ ആരാധന. ഇപ്പോ നിങ്ങളൊരു വലിയൊരു പ്രഭാഷകനായി മാറി, അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഫാൻസ് ഉണ്ടാവും, നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും. ആരാധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങളെ പ്രഭാഷണം കേൾക്കാൻ എന്ത് ചെയ്യും? ആളുകൾ വ്യത്യസ്ത രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തും. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രഭാഷകരെ ഇവിടെ പല സംഘടനകളും കൊണ്ടുവരാറുണ്ട്. ചില വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സെഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് പോസ്റ്റ് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട്, ഒരുപാട് തിരക്കാണെങ്കിൽ പോലും, ഒരുപാട് ദൂരെ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അവിടെ എത്താൻ ശ്രമിക്കും, ആ പ്രഭാഷണം കേൾക്കും. അപ്പൊ അത് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു അഡ്മിറേഷൻ, ഒരു ആരാധന, ഒരു ഫാൻസിലേക്കൊക്കെ നമുക്ക് ഉയരാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പറയാനുണ്ട് ഇതിന്റെ ബെനിഫിറ്റ്. സമൂഹത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്ട് മറ്റുള്ളവരെ പോലല്ല. അദ്ദേഹം ഒരു പ്രഭാഷകനാണ്. അപ്പൊ നമ്മളെ സൊസൈറ്റിയിൽ നിന്നൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു നല്ല പ്രഭാഷകനുണ്ട്. അപ്പോ പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ നാടിന്റെ അടുത്ത്, അപ്പൊ അത് ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ പറയാറുണ്ട്. അയാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്, മറ്റുള്ളവർക്ക് കഴിയാത്ത പല രീതിയിൽ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സമൂഹത്തിൽ കിട്ടുന്ന റെസ്പെക്ട്, റെക്കഗ്നേഷൻ
മറ്റൊന്ന്, നന്നായിട്ട് പ്രസംഗം നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ വേഗത്തിൽ ലീഡർഷിപ്പിലേക്ക് ഉയരും. ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഒരു സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്നു. അപ്പോ അതിന്റെ നേതൃനിരയിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് ആരായിരിക്കും? നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. അയാൾക്ക് ആ ഒരു കല മാത്രം മതി. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഹുസൈൻ ഒബാമ, അദ്ദേഹത്തിന്റെ പ്രസംഗ കല കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്ത് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിയത്. അപ്പൊ ഇത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കലയാണ്. പക്ഷെ അതിന് പിന്നിൽ സ്ട്രോങ് റീസൺ ഉണ്ടാവണം, അതിനുവേണ്ടി ഡെഡിക്കേഷൻ വേണം. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൽ വ്യത്യസ്തനാവും, നിങ്ങൾ അടിമുടി മാറും, നിങ്ങൾ ഒരുപാട് പേര് അംഗീകരിക്കും, നിങ്ങൾ ഒരുപാട് ലീഡർഷിപ്പിലേക്ക് വരും. അങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റുകൾ പറയുന്നത്. അപ്പൊ ലീഡർഷിപ്പിലേക്ക് ഉയരാൻ അഡ്മിറേഷൻ, മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റും. മോർ ട്രാവലിംഗ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വരാൻ എല്ലാ ചെലവുകളും, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇവിടെ വന്ന് താമസിക്കാൻ എല്ലാം ആ കൊണ്ടുവരുന്ന ആളുകൾ ചെയ്യും. അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ ഒരുപാട് നമുക്ക് യാത്ര ചെയ്യും. നമ്മുടെ ആ പ്രഭാഷകന്റെ 1 മണിക്കൂറിന് വേണ്ടി കാതോർത്തിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കും. അങ്ങനെ ഉള്ള ഒരു മഹത്തായ കലയാണ്. നമ്മൾ ഇനിയും പറയാൻ ഒരുപാട് ഇതിന്റെ ബെനിഫിറ്റുകൾ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും. നമ്മുടെ സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രേ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ പോയിന്റ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റുകളാണ് ഈ പറഞ്ഞത്. കോൺഫിഡന്റ്, അതുപോലെ എന്ത് ചെയ്യണം, സോഷ്യൽ കണക്ഷൻസ് വർദ്ധിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ആവും, പ്രസന്റേഷൻ സ്കിൽ ഇംപ്രൂവ് ആവും. അതേപോലെ എന്ത് ചെയ്യണം, അഡ്മിറേഷൻ, ഒരു ഫാൻസ് ഉണ്ടാവും, സമൂഹത്തിൽ റെസ്പെക്ട്, റെക്കഗ്നേഷൻ, അതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഒരു വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറും എന്നതാണ് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റൈലൊക്കെ മാറും. അപ്പോ ഇപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബെനിഫിറ്റ് ആണ്. ഇനി ഈ പ്രസംഗകല മനോഹരമാക്കാൻ സഹായകരമാകുന്ന അതിന്റെ കുറച്ച് എലമെന്റ്സ്, അതും കൂടി നമുക്ക് പരിശോധിക്കാം. ഇതുവരെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണോ? ഹലോ, ക്ലിയർ ആണ് സാർ. കേൾക്കുന്നു സാറേ. കേൾക്കണ്ട? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ തുടരട്ടെ? തുടർന്നോളൂ. അപ്പൊ നിങ്ങളുടെ അനുവാദത്തോടുകൂടി വീണ്ടും തുടരുകയാണ്. അപ്പോ അതിന്റെ എലമെന്റ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ അതില് പറയുന്നത്, ആദ്യം നമ്മളൊരു പ്രസംഗം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കലാണ്. ആക്സെപ്റ്റ് യുവർ സെൽഫ്. നമുക്ക് നമ്മളിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാവണം. ഇപ്പൊ നമ്മുടെ സുഹൃത്തില് നമുക്ക് വിശ്വാസമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹവുമായിട്ട് നമ്മൾ ഒരു ഇടപാടിന് നിൽക്കൂല. അദ്ദേഹത്തിന് പൈസ കടം ചോദിച്ചാൽ പൈസ കൊടുക്കൂല. അപ്പൊ അയാളെ നമ്മൾ ഒഴിവാക്കും. അതേപോലെ തന്നെ നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. പ്രസംഗകല എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം. നിങ്ങളിൽ വിശ്വസിക്കാത്ത കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉയരാൻ പറ്റില്ല. അപ്പൊ ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പൊ ഈ പ്രസംഗത്തെ സഹായകരമാക്കുന്ന, അതിനെ മനോഹരമാക്കുന്ന ഒരു 5 P. അതിൽ ഫസ്റ്റത്തത് P എന്ന് പറയുന്നത് പ്ലാനാണ്. പ്ലാൻ എന്താന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഒരു പ്രസംഗം ചെയ്യാൻ അവസരം തന്നു. ചിലപ്പോൾ ഒരു മാസം മുമ്പൊക്കെ ആയിരിക്കും നമുക്ക് അതിന്റെ ഷെഡ്യൂൾ തരുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോ യുവർ ഓഡിയൻസ് ആണ്. നമ്മൾ ഏതു തരം ഓഡിയൻസിനാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു വ്യക്തത വേണം. കുട്ടികളാണോ, യങ്സ്റ്റേഴ്സ് ആണോ, പ്രായമുള്ളവരാണോ, അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആ രീതിയിലാണോ? അങ്ങനെ ആദ്യം നമ്മൾ ഓഡിയൻസിനെ അറിയണം. അപ്പൊ ഫസ്റ്റത്തെ പ്ലാനിൽ നോ യുവർ ഓഡിയൻസ്. ഓഡിയൻസിനെ നമ്മൾ നന്നായിട്ട് അറിയണം. അറിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിനനുസരിച്ച് ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ് എന്ന് അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടോപ്പിക് സെലക്ട് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇന്ന് വായിക്കാം, പുസ്തകത്തിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കാം, ഗ്രന്ഥങ്ങളിൽ നമുക്ക് റെഫർ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓഡിയൻസിനെ അറിയണം, മുൻകൂട്ടി അറിയണം. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് നമുക്ക് മുതിർന്നകൾക്കുള്ള പ്രിപ്പറേഷനിൽ കണ്ടന്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ നോ യുവർ ഓഡിയൻസ്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ദ ടോപ്പിക് സെലക്ട് ചെയ്യുക. പിന്നെ കണ്ടന്റ്, അതിനനുസരിച്ച് കണ്ടന്റ് ദിവസങ്ങൾ എടുത്തിട്ട് അതിന്റെ സോഴ്സുകൾ അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങളും സോഷ്യൽ മീഡിയയും ആളുകളിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് ആ ചേരുവകളൊക്കെ ചേർക്കണം. ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. വെറുതെ ഒരു പ്രസംഗം പോയി ചെയ്യലല്ല, അതിലൊരു ഒബ്ജക്റ്റീവ് വേണം. ഞാൻ പോകുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ആളുകൾക്ക് കിട്ടുന്നത് എന്ന ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ്. അപ്പൊ പ്ലാനിൽ
പ്രധാനപ്പെട്ടത് നോ യുവർ ഓഡിയൻസ്. ഓഡിയൻസിനെ അറിയുക, അതിനനുസരിച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുക, കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക, കണ്ടന്റുകളൊക്കെ ആക്കുക, ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കുക. ഇതാണ് ഫസ്റ്റത്തെ പി ട്ടാ. രണ്ടാമത്തെ പി എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. അപ്പൊ പ്രിപ്പറേഷനിൽ പറയാനുള്ള കാരണം, ഇപ്പൊ ഒരു പ്രസംഗം കിട്ടിക്കഴിഞ്ഞാല് ആ പ്രസംഗത്തെ 3 പാർട്ടാക്കി തിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഒരു പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കലല്ല, അതിനു പകരം ഒരു പവർഫുൾ ഓപ്പണിംഗ് ഉണ്ടാവും. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പവർഫുൾ ഓപ്പണിംഗ്, അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് സ്റ്റോറീസ് ഉപയോഗിക്കാം. ഒരു കഥ നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആളുകൾ ആ കഥയിലേക്ക് ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ക്ലൈമാക്സ്, അത് അവസാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ കഥ പറഞ്ഞിങ്ങനെ തുടങ്ങാം. അപ്പൊ ആളുകൾ, ആ ഓഡിയൻസിന്റെ ശ്രദ്ധ നമ്മളിലേക്ക് ഇങ്ങനെ വരും. അപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റത്തെ ആ ഇംപ്രഷൻ ഭംഗിയായി കഴിഞ്ഞാൽ പ്രസംഗം പകുതി നന്നായി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഓഡിയൻസിന്റെ അട്രാക്ഷൻ നമ്മിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റോറീസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുക, ഏതെങ്കിലും മഹാന്മാരുടെ ഉദ്ധരണികൾ ഉപയോഗിക്കാം. അതും ഈ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതല്ലെങ്കിൽ കവിതകൾ ഉപയോഗിക്കാം. ഒരു നല്ല ആണെങ്കിൽ അദ്ദേഹം കുറച്ച് കവിതകളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറേശ്ശെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതിന് തുടക്കത്തിൽ ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഉപമകളും ഉദാഹരണങ്ങളും ഉദ്ധരണികളും കവിതകളും കഥകളും അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ. ഇപ്പൊ ഞാനിപ്പോ പ്രഭാഷണത്തിന് ഇങ്ങനെ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പൊ ആ ക്യൂരിയോസിറ്റി ആളുകൾ, എന്തായിരിക്കും അനുഭവം, അപ്പൊ അതിലേക്ക് വരും. അപ്പൊ അങ്ങനെ അനുഭവങ്ങളാവാം, അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം. ഇപ്പൊ നിങ്ങൾ 2 ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു റിപ്പോർട്ട്, വളരെ ഗൗരവമുള്ള റിപ്പോർട്ടായിരുന്നു അത്. ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇത് കൂടിയതായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ റിപ്പോർട്ടൊക്കെ പറയുമ്പോൾ ആ ഒരു ഗൗരവത്തിൽ എന്ത് ചെയ്യും, ഓഡിയൻസ് നമ്മിലേക്ക് അട്രാക്റ്റ് ആവും. അപ്പൊ അങ്ങനെ ഒരു പവർഫുൾ ഓപ്പണിംഗ് നിർബന്ധമാണ്. അപ്പോഴാണ് നമുക്ക് ആ ഓഡിയൻസിനെ നമ്മളെ ആ ഒരു പ്രസംഗത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകർഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പവർഫുൾ ഓപ്പണിംഗ് കൊടുക്കലാണ്. അത് പ്രിപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ആ പ്രസംഗത്തിന്റെ മെയിൻ ബോഡി, അതിന്റെ കണ്ടന്റ് എന്ന് പറയും. അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ വിഷയ സംബന്ധിയായിട്ടുള്ള കണ്ടന്റ്. അപ്പൊ ആ കണ്ടന്റ് പറയുന്നതിനിടയിൽ വീണ്ടും അനുഭവങ്ങളും കഥകളൊക്കെ വെക്കാം. അപ്പോ ഒരു പ്രസംഗം കിട്ടി അതിന് 3 പാർട്ടാക്കി തിരിക്കണം. ഒന്ന് പവർഫുൾ ഓപ്പണിംഗ്, മറ്റൊന്ന് കണ്ടന്റ്, പിന്നെ മൂന്നാമത്തത് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ അവസാനിപ്പിച്ച് പോകലല്ല. യഥാർത്ഥത്തിൽ ഒരു പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാലേ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള പ്രസംഗങ്ങളെ എണ്ണിയിൽ ആദ്യത്തെ ഒരു പ്രസംഗം എന്നത്, ഒരു പ്രസംഗം കേൾക്കുകയും ആ പ്രസംഗം കേട്ടതിന് ശേഷം പിന്നീട് ആളുകൾ വീട്ടിൽ പോയി കിടന്നുറങ്ങലല്ല. ആളുകൾ എന്ത് ചെയ്യണം, ആ പ്രസംഗത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നാളെ മുതൽ ചെയ്തു തുടങ്ങണം. കോൾ ഫോർ ആക്ഷൻ എന്നൊക്കെ പറയും. അപ്പൊ നമ്മളെ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് ഒന്ന് ചുരുക്കി പറയണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം. എന്നിട്ട് എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നാളെ മുതൽ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ഫോർ ആക്ഷൻ അവർ ചെയ്യുന്ന തരത്തിൽ. അതാണ് ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവണമെന്ന് പറയുന്നത്. നമ്മളെ പ്രസംഗം എന്ത് ചെയ്യണം, അതിൽ ആളുകളിൽ മാറ്റം വരുത്താനുള്ള ഒരു ആഹ്വാനം പോലെ അത് കൂടി ഒരു റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ഈ നമ്മളെ പ്രസംഗം അവസാനിപ്പിക്കണം. അതാണ് പ്രിപ്പറേഷൻ. അത് ഏതൊരു പ്രസംഗമായാലും അതിന് 3 പാർട്ടാക്കി തിരിക്കുക. അപ്പൊ അതിന് ഒന്ന് പവർഫുൾ ഓപ്പണിംഗ് ഉണ്ടാക്കുക, മറ്റൊന്ന് മെയിൻ ബോഡി, കൺക്ലൂഷൻ. അതിന് നിശ്ചിത സമയം ആ രീതിയിലൊക്കെ ആക്കി തിരിച്ചിട്ട് നമ്മൾ പ്രിപ്പറേഷൻ നടത്തുക എന്നതാണ്. ഇനി ഇപ്പൊ 2 P പറഞ്ഞു. ഒന്ന് പ്ലാന്, അതിൽ നോ യുവർ ഓഡിയൻസ്, അതിന് ഓഡിയൻസിനെ അറിഞ്ഞിട്ട് ടോപ്പിക് സെലക്ട് ചെയ്യുക, ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക, നല്ല കണ്ടന്റ് ഉണ്ടാവുക. രണ്ടാമത് പ്രിപ്പറേഷനിൽ പവർഫുൾ ഓപ്പണിംഗ്, മെയിൻ കണ്ടന്റ്, അതായത് മെയിൻ ബോഡി, കൺക്ലൂഷൻ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉപസംഹരിക്കുക. അപ്പൊ 2 P ഇപ്പൊ പറഞ്ഞു. ഇനി മൂന്നാമത്തെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രസംഗത്തിന്റെ 55% എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജിന് വളരെ പ്രസക്തിയാണ് ഈ പ്രസംഗത്തിൽ. ബോഡി ലാംഗ്വേജ് ഇല്ലെങ്കിൽ ആ പ്രസംഗം ഒന്നുമല്ല എന്നാണ് അതിന്റെ പഠനങ്ങൾ. ഇപ്പോ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോയി ഇങ്ങനെ കൈയൊക്കെ പോക്കറ്റിലിട്ട്
അല്ലെ കൈ ഇങ്ങനെയൊക്കെ പിടിച്ച് കെട്ടി എന്ന് പ്രസംഗിക്കുമ്പോൾ അതിനൊന്നുമില്ല. നമ്മൾ ഈ സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മളെ കൈ ചലിക്കണം. നമ്മുടെ ചെസ്റ്റർ പോസ്റ്റർ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് ഇപ്പോൾ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് കാണണം. ഇപ്പോ ആ അരിയുടെ വില വർദ്ധിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പോകും. അത് ഒരു മാസത്തിന് ശേഷം മെല്ലെ കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ താരണം. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസിൽ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ഒരു പ്രസംഗത്തിന്റെ 55% ബോഡി ലാംഗ്വേജ് ആണ്. പിന്നെ നമ്മളൊരു ഓഡിയൻസ്, ഇഷ്ടംപോലെ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്നത് എന്ത് ചെയ്യണം? ചിലപ്പോൾ മേലേക്ക് മാത്രം നോക്കി, സ്ലൈഡിലേക്ക് മാത്രം, താഴെ ആൾക്കാർ ഇരിക്കുന്നത് ഇയാൾ മേലേക്ക് മാത്രം നോക്കി സംസാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ഓഡിയൻസ് വിചാരിക്കണം എന്താ, അദ്ദേഹത്തിന് ഞങ്ങളോടും താല്പര്യമില്ല, അദ്ദേഹം വേറെ എടുക്കുകയാണ് നോക്കുന്നത് എന്ന് ആൾക്കാർ കരുതിപ്പോവും. ചിലവർ കാണാൻ എന്ത് ചെയ്യും? ഒരു ഭാഗത്തേക്ക് മാത്രം, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗത്തേക്ക് കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് മാത്രം സംസാരിക്കുക. അപ്പൊ ഇപ്പുറത്തെ ആൾക്കാർ എന്ത് വിചാരിക്കുക? അയാൾക്ക് ഇഷ്ടം അയാൾ മാത്രം, ഞങ്ങൾക്ക് ഒരു വിലയില്ല എന്ന് വിചാരിക്കും. അപ്പൊ അതിന് ഒരു W മോഡൽ, ഒരു ഒരു സ്ക്വയർ പോലത്തെ ഒരു റൂമാണ് നിൽക്കുക. അപ്പൊ അതിൽ എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റണം. അത് പ്രസംഗത്തിന്റെ ഒരു ഇതാണ്. അത് അപ്പൊ മുഖം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം, നമ്മളെ കൈ ചലിച്ചുകൊണ്ടിരിക്കണം, ഫേസിൽ എക്സ്പ്രഷൻ വരണം. സങ്കടം വരുമ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് വളരെ വേദന ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു സൗണ്ടൊക്കെ താഴ്ന്നു പോയി ആ രീതിയിൽ അങ്ങനെ പറയണം. അതുപോലെ നമുക്ക് അന്ന് ആ തുക ലഭിച്ചത് വലിയ സന്തോഷം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു എനർജി കൂട്ടണം. അപ്പൊ അതിനനുസരിച്ച് കൈയും ഇതൊക്കെ ചലിക്കണം. അപ്പൊ മൊത്തം പ്രസംഗത്തിന്റെ 55% ബോഡി ലാംഗ്വേജ്. പിന്നെ വരുന്നത് വോയിസ് മോഡുലേഷൻ, 38% കേട്ടോ. അപ്പൊ 55, 38 എത്രയായി? 93%. അപ്പൊ വോയിസ് മോഡുലേഷൻ, ഇപ്പോ നിങ്ങൾ ഒരു ECG സ്കാനിങ് എടുത്തത് കണ്ടിട്ടുണ്ടാവും. അതിലെങ്ങനെ ECGയുടെ അത് പോകുന്നത് ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി ഇറങ്ങി അങ്ങനെ 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 ആയിട്ട് ഇങ്ങനെ പോകും. അതുപോലെ എന്ത് ചെയ്യണം? ആവശ്യമുള്ള സമയത്ത്, സങ്കടങ്ങൾ വരുന്ന സമയത്ത് ശബ്ദം താഴ്ത്തിയും, സന്തോഷം വരുന്ന സമയത്ത് ഉയർത്തിയും, അങ്ങനെ ഉച്ചത്തിൽ പറയേണ്ട ഭാഗത്ത്, ഇതൊക്കെ ഓട്ടോമാറ്റിക് വരില്ലെങ്കിൽ പോലും ആദ്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒരു കൃത്രിമമായിട്ട് കൊടുക്കണം. നമ്മളെ ലാംഗ്വേജ് ആയാലും ശബ്ദത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അപ്പോൾ 55% ബോഡി ലാംഗ്വേജ്, 38% വോയിസ് മോഡുലേഷൻ, 7% ശരിക്കും കണ്ടന്റ് വരുന്നത് കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മനോഹരമാകുന്നത്. കണ്ടന്റ് മാത്രം ഉണ്ടായത് കൊണ്ടില്ല. കാരണം കണ്ടന്റിന് 7% ഉള്ളൂ. കണ്ടന്റ് വേണം, വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യണം നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോ പ്രാക്ടീസാണ് നമ്മൾ പറയുന്നത്. പ്രാക്ടീസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ എന്ത് ചെയ്യും? വീട്ടില് മിറർ ഉണ്ടാവുമല്ലോ, ആ മിററിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക? നിന്നിട്ട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം നമ്മളെ സംസാരത്തിലേക്ക്. അത് നല്ലൊരു ഞാൻ ചെറിയ രീതിയിലൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പൊ മിററിന്റെ മുമ്പിൽ നമുക്ക് നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. മറ്റൊന്ന്, മൊബൈലില് എന്ത് പറയുന്നതിനേക്കാൾ എങ്ങനെ പറയുന്നുള്ളതാണ്. അല്ലേ സാർ? യെസ്, കറക്റ്റ് ആണ്. മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയുന്നു, ആ പ്രസന്റേഷൻക്കാണ് പ്രാധാന്യം. അപ്പോ നമുക്ക് മിററിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എത്ര വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മൊബൈലിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ മുമ്പ് അങ്ങനെ എൻ്റെ ഒരു അനുഭവം തുറന്നു പറയാം. സംസാരിക്കാനൊന്നും അറിയില്ല, അതല്ലെങ്കിൽ ആരുമായി അങ്ങനെ ഒരു സമ്പർക്കമില്ലാതെ ഇൻട്രോവേർട്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഇങ്ങനെ വെറുതെ ടോപ്പിക്കിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇന്നൊക്കെ ഈ സംസാരിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ട. അതുവരൊന്നും അങ്ങനെ പറ്റിയിരുന്നില്ല. അപ്പൊ അത് ഒരു പ്രാക്ടീസ് ആയിരുന്നു. നമ്മൾ അറിയാതെ തന്നെ അതിലെ നമ്മുടെ സംസാര വൈഭവം വർദ്ധിക്കുന്നുണ്ട്. ഈ മൊബൈലിൽ വാട്സപ്പിൽ വോയിസ് ഇടുന്നത് വെറുതെ ഒരു വോയിസ് അല്ല, അത് നമ്മൾ അതിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഈ പ്രസംഗത്തെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സംസാരിക്കുന്ന നമ്മളെ സംസാര വൈഭവത്തെ ടോട്ടലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് മൊബൈലില് വാട്സപ്പിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫോൺ അതുണ്ട്. ആ വോയിസ് റെക്കോർഡ് നമുക്ക് തന്നെ കേട്ട് നോക്കാം. മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. മൊബൈലിലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ വളർത്താൻ സഹായകരമാവുന്ന നമ്മുടെ സമാന ചിന്താഗതിക്കായ ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് നമ്മളെ വീഡിയോ അയച്ചു കൊടുക്കാം. അങ്ങനെ അതിന്റെ പോരായ്മകളെ ചോദിക്കാം. സ്നേഹത്തോടെ തിരുത്തുന്ന ആളുകൾക്ക് മാത്രം കേട്ടോ. അതല്ലെങ്കിൽ അത് നെഗറ്റീവ് പറയുന്ന നമ്മുടെ സമാനമല്ലാത്ത ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കരുത്. അത് പിന്നെ നമ്മൾ തീരെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തി. അപ്പോ നമ്മളെ നല്ല രീതിയിൽ ഉപദേശിക്കുന്ന, നമ്മളെ വളർത്താൻ സഹായകരമാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അതിന്റെ പോരായ്മകളെ കുറിച്ച് ചോദിക്കാം. വീണ്ടും വീഡിയോ ചെയ്യാം.
പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ ഒരു ഒരു ഇമാജിനേഷൻ കൊണ്ടുവരിക. എന്നിട്ട് ആ രീതിയിൽ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുക. അങ്ങനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങുക. ഡാലെ കാർണക്കിന്റെ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം ഊന്നി പറയുന്നത് ഒരു പ്രസംഗം മനോഹരമാക്കാൻ 3 കാര്യങ്ങൾ, 3 P കുറിച്ചാണ് പറയുന്നത്. ആ 3 P എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. അതല്ലാത്തൊരു വഴിയില്ല. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആവും. ഇപ്പോ ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്റ്റേജിൽ വന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായി അതിന്റെ പിന്നിൽ ഒരുപാട് മണിക്കൂറുകളുടെ പ്രയത്നമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് പാട്ട് പാടാനൊക്കെ അറിയാം. അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്നും കൂടി പറയുന്നത്, എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ആ പാട്ട് പെർഫെക്റ്റ് ആകും. അതേ സംഭവം തന്നെയാണ് പ്രസംഗം. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ആ വിഷയത്തിൽ നമ്മളിങ്ങനെ ആഴത്തിലുള്ള ഒരു ആഴത്തിൽ അറിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ അത്രയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് ഒന്നും ഇല്ലാതെ പ്രസംഗിക്കാൻ പറ്റും റിയൽ ആയി. അപ്പോൾ നമ്മൾ പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ് മേക്ക് ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട്. അത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുഴയൂല, നമുക്ക് അനായാസം സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ പറ്റും. അതല്ല, ഒരു പ്രാക്ടീസിന്റെ കുറവ്, കണ്ടന്റിന്റെ കുറവ്, ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്കത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രസംഗത്തിന് പോകുമ്പോൾ പ്രാക്ടീസ് വളരെ മസ്റ്റാണ്. നമ്മൾ കണ്ടന്റ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ നമ്മൾ പിന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്യാം. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളെ പ്രസംഗം മനോഹരമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് നമ്മൾ പ്ലാന് പറഞ്ഞു, മറ്റൊന്ന് പ്രിപ്പറേഷൻ പറഞ്ഞു, മൂന്നാമത്തത് പ്രാക്ടീസ് പറഞ്ഞു, ഈ 4മത്തത് പോളിഷാണ്. പോളിഷിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ സംഘാടകര് നമുക്ക് അനുവദിച്ച സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ അരമണിക്കൂറാവും. അപ്പൊ ആ അരമണിക്കൂറിൽ നമ്മൾ പ്രസംഗം നിർത്താൻ കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ നോക്കണം. നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ ഒരു പക്ഷേ നമ്മളെ സംഘാടകർ നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം 1 മണിക്കൂറാണ്. പക്ഷെ അവിടെ പോയപ്പോഴാണ് അവർ പറയുന്നത് 1 മണിക്കൂർ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, വേറെ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അരമണിക്കൂറിൽ നിർത്തണം എന്ന് പറയും. അപ്പോൾ അരമണിക്കൂറുള്ളത് 1 മണിക്കൂർ സംസാരിക്കാനും പറ്റണം, 1 മണിക്കൂർ കിട്ടുന്നത് അരമണിക്കൂർ സംസാരിക്കാനും പറ്റണം. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസിൽ ചെയ്ത് അത് പോളിഷിലേക്ക് കൊണ്ടുവരണം. ടൈം മാനേജ്മെന്റ് ആദ്യം വേണ്ട. നമുക്ക് അത് നിർത്താൻ കഴിയുന്നുണ്ടോ, നമുക്ക് അനുവദിച്ച സമയത്തിൽ നിർത്താൻ കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ പിന്നെയും 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 പരിശോധിച്ചുകൊണ്ടിരിക്കണം. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈം മാനേജ്മെന്റ്. മറ്റൊന്ന്, നമ്മുടെ ഒരു എനർജി വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പ്രസംഗിക്കുന്ന സമയത്തൊക്കെ നല്ല എനർജി കാമാവുന്നുണ്ടോ, കാമായിട്ട് അല്ലെങ്കിൽ പ്ലഷറായിട്ട് നമുക്ക് നല്ലൊരു സന്തോഷത്തോടെ ഒരു എനർജിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിശോധിക്കേണ്ടത്. മറ്റൊന്ന്, പിന്നെ അവസാനത്തെ P. ഇപ്പോ പ്ലാന് പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു, പ്രാക്ടീസ് പറഞ്ഞു, പോളിഷ് പറഞ്ഞു. ഇനി 5മത്തെ P ആണ് കേട്ടോ. 5മത്തെ P എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയും. നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന ദിവസം നല്ല കോൺഫിഡൻറ്റോട് കൂടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ആളുകൾ വിലയിരുത്തുട്ടാ നമ്മൾ എത്രമാത്രം കോൺഫിഡന്റ് ഉണ്ടോ, ആടിക്കുഴയാതെയാണോ സ്റ്റേജിലേക്ക് കയറുന്നത് എന്നതൊക്കെ ആളുകൾ വിലയിരുത്തും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എനർജറ്റിക് ആയിട്ട് നമ്മൾ പോവുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നതാണ്. പ്രസന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രസംഗം തീർന്നതിന് ശേഷം ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ ഫീഡ്ബാക്കിൽ നിന്നായിരിക്കും എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ പ്രസംഗം മനോഹരമായോ എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പൊ നമ്മൾ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് നമ്മളിവിടെ അതിന്റെ അവസാന സെഷൻ ഇതിലേക്ക് കടക്കണം. അപ്പൊ അതിൽ ബെനിഫിറ്റ് പറഞ്ഞു. ബെനിഫിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോൺഫിഡൻസ്, സോഷ്യൽ കണക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുന്നത്, പ്രസന്റേഷൻ സ്കില്ല് വർദ്ധിക്കുന്നത്, പിന്നെ സമൂഹത്തിൽ അയാൾക്ക് കിട്ടുന്ന റെക്കഗ്നേഷൻ, റെസ്പെക്ട്, പിന്നെ അതുപോലെ അയാൾക്ക് ഒരു ഫാൻസ്, അഡ്മിറേഷൻ, ലീഡർഷിപ്പിലേക്ക് ഉയരാൻ കഴിയുന്നത്, അങ്ങനെ കുറെ ബെനിഫിറ്റ്. പിന്നെ പ്രസംഗത്തെ മനോഹരമാക്കുന്ന 5 P. ഒന്ന് പ്ലാനിൽ നോ യുവർ ഓഡിയൻസ്. ആ ഓഡിയൻസിനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക് സെലക്ട് ചെയ്യുക, നമുക്കൊരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. പിന്നെ പ്രിപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പവർഫുൾ ഓപ്പണിംഗ് ഉണ്ടാവുക, ഒരു മെയിൻ ബോഡി ആക്കുക, പിന്നെ കൺക്ലൂഷൻ.
പിന്നെ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 55% നമ്മൾ ബോഡി ലാംഗ്വേജ്, അതിന് വലിയ പ്രസക്തി ഉണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബോഡി ലാംഗ്വേജിന് പ്രാധാന്യം കൊടുത്തിട്ട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. 38% നമ്മളെ വോയിസ് ടോൺ ആണ്, അതിന്റെ വോയിസ് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കുക. 7% കണ്ടന്റ്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടും. പിന്നെ പോളിഷിലേക്ക് വരുമ്പോൾ നമ്മളെ പ്രസംഗം ടൈം മാനേജ്മെന്റ്, ടൈം കറക്റ്റായിട്ട് നിർത്താൻ പറ്റുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ. പിന്നെ കാം ആൻഡ് റിലാക്സ് ആൻഡ് ഫീലിംഗ് പ്ലഷർ, ആ രീതിയിൽ പറ്റുന്നുണ്ടോ. അവസാനം നല്ല രീതിയിൽ നമ്മൾ പോയി പ്രസംഗിക്കുക, പ്രസന്റ് ചെയ്യുക, മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുക, അല്ലെ വീഡിയോ കാണുക, ഫീഡ്ബാക്ക് എടുക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്രസംഗമായി മാറാൻ പറ്റും. അങ്ങനെ ആവാൻ സാധിക്കട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ. കേട്ടോ സാറേ? സാറേ ഞാൻ പറയട്ടെ? ചോദിച്ചു. സാറേ ചോദ്യം ചോദിക്കില്ല, നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. കാരണം ഞാനിപ്പോ ഈ ക്ലാസ് കേട്ടപ്പോ എനിക്ക് തോന്നിയത്, ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന്റെ സമയത്ത് നമ്മളെ ഫൈസൽ സാറിന്റെ ഇതിൽ ചേർന്നിരുന്നു ഞാന്. ആ സമയത്ത് സാർ എടുത്ത അതേ ട്യൂണിൽ തന്നെയാണ് ഇപ്പൊ സാറ് ക്ലാസ് പോയത്. നല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ്, അടിപൊളി ക്ലാസ്. നമ്മൾ പ്രസംഗിക്കാനും ഇതിനൊക്കെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് പല മാറ്റങ്ങളും വരുത്താൻ തന്നൊരു സമയമാണ്. ഫൈസൽ സാറ് പറഞ്ഞു തരുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നിയത്. അപ്പൊ ഏതായാലും സാറിന്റെ ക്ലാസ് നല്ല ഉപകാരമുള്ള ക്ലാസ് ആയി മാറിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും സാറിന് ഞങ്ങൾക്ക് തരാൻ കഴിയും ചെയ്യട്ടെ. സാറിന് അതിനുള്ള ആരോഗ്യവും ആഫിയത്തെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ചോദിച്ചോ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ വിറയെ പറ്റി വല്ലതും പറയണ്ട? ഏതിനെ? ഈ വിറ അതെ, വിറ വരുന്നതേ സഭാകമ്പം എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ കോൺഷ്യസ് ആവണം. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രസംഗത്തിന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഓഡിയൻസ് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മളൊരു നെഗറ്റീവ് ചിന്ത നമ്മളിലേക്ക് വരും. അത് ഒരു കോൺഷ്യസ്. മറ്റൊന്നൊരു കോൺഷ്യസ്, നമ്മളെ കുറിച്ച് തന്നെ ഒരു കോൺഷ്യസ് ആവുക. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ആ ഒരു വിറയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ നമ്മൾ ആ സ്റ്റേജുമായി ഇങ്ങനെ അടുക്കുക, ചെറിയ രീതിയിലൊക്കെ പ്രസംഗം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസിന്റെ മുമ്പിൽ നമുക്ക് ചോദിക്കാനുള്ള അവസരമൊക്കെ കിട്ടുമ്പോൾ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിലെ സീറ്റിൽ പോയിരിക്കുക. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഭയമുള്ള കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്തായി തോന്നുക, അത് വളരെ ഈസി ആയിട്ട് തോന്നുക. അപ്പൊ അങ്ങനെ അടുത്ത് ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ 10, 20, 21 പ്രാവശ്യമൊക്കെ നമ്മളങ്ങനെ ഒരു ഭയത്തെ മറികടക്കാൻ ചെറിയൊരു അഭിനയം പോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് പിന്നെ അത് ഹാബിറ്റായിട്ട് മാറും. പിന്നെ ആ ഭയം പോകും. അപ്പോൾ അങ്ങനെ ആ ഭയം പോകും. അപ്പൊ ചെറിയ രീതിയിലൊക്കെ നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് നമ്മളെ ആ വിറയലും ഭയം ഒക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. താങ്ക് യു സാർ. ഓക്കെ. സാറേ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ സാറിന്റെ ക്ലാസ് ആദ്യം മുതലേ കേട്ടു. വളരെ നല്ല ക്ലാസ് തന്നെയായിരുന്നു. കാരണം ഞാനൊരു 10,000 രൂപയുടെ ഉള്ളിൽ മുടക്കി ഒരു 3 ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ് സാറ് ഫ്രീ ആയിട്ട് 1 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് സവിസ്തരം വിസ്തരിച്ച് തന്നത്. അപ്പൊ വളരെ താങ്ക് യു. കാരണം ഈ ഒരു ക്ലാസ് ഒക്കെ നമുക്ക് മുന്നേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം വന്നു പോവാണ് ഈ ഒരു ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ. അത്രയും കണ്ടന്റുകൾ, അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യവും അതല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യവും ഒരു സ്പീക്കർ എന്നുള്ള രീതിയിൽ ഏതാണ് എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് ഏതാണ് എന്നുള്ളതാണ് സാറിന്റെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. പബ്ലിക് സ്പീക്കർ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നല്ല പ്രഭാഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവര് നല്ല ഭാഷ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും, നല്ല ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്?
നമ്മൾ നിരന്തരമായിട്ട് വായിക്കുന്ന ഈ വേർഡുകളാണ് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മിലേക്ക് കൊടുക്കുന്നത് അതാണ് ഔട്ട്കം ആയിട്ട് പുറത്തേക്ക് വരിക. അപ്പോ ഈ വായിക്കുന്ന അക്ഷരങ്ങളാണ് നമ്മുടെ അകത്തേക്ക് പോകുന്നത്. അതാണ് അവർ പ്രസംഗങ്ങളിൽ നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവർ നല്ല ഉച്ചാരണം, നല്ല ഭാഷ, നല്ല പുതിയ പുതിയ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഈ വായിക്കുന്നതിന്റെ ഒരു പ്രത്യേകത അത് നല്ല ഭാഷ വരുന്നു എന്നതാണ്. മറ്റൊന്ന്, നല്ല ആശയങ്ങൾ കിട്ടുന്നത് ഈ പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിലും ഒരു വായന നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു പ്രഭാഷകന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ രീതിയിലൊക്കെ വായന തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ഒരു പത്രവായനയെങ്കിലും സ്ഥിരമായിരിക്കണം. അത് ഒരുപാട് സഹായിക്കും. അപ്പൊ ഞാൻ പ്രസംഗകല ചെറിയ രീതിയിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അതിനു മുമ്പ് വായിച്ചിരുന്നു. അപ്പൊ ആ വായിച്ച് കിട്ടുന്ന കാര്യങ്ങൾ, ആശയങ്ങളൊക്കെ നമുക്ക് പ്രസംഗത്തിൽ കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല, നല്ല ഭാഷ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്, ഒരുപാട് വായിക്കും. പക്ഷെ അത് പ്രസംഗത്തിന് ഒരുപാട് ഉപകാരമായിട്ട് വരും. നല്ല ഭാഷ, വളരെ വേഗത്തിൽ സംസാരിക്കാൻ, അച്ചടി ഭാഷ പോലെ സംസാരിക്കാനൊക്കെ വായന നമ്മളെ സഹായിക്കും. അപ്പൊ അത് ദൈനംദിന ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിൽ തുടങ്ങുക എന്നുള്ളതാണ് പ്രസംഗകനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ആദ്യം ഒക്കെ ചെയ്യേണ്ടത്. പിന്നെ ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യം, അല്ല, ഇനി എന്താ പറഞ്ഞ ഒഴിവാക്കപ്പെടേണ്ട കാര്യം? അതെ സാർ, അതെ. ഒഴിവാക്കപ്പെടേണ്ട കാര്യം നമ്മള് ഇതന്നെ, നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നല് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം മാറ്റണം. അത് മാറിക്കഴിഞ്ഞാൽ, ഇപ്പൊ ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ നിങ്ങളത് ചെയ്തു തുടങ്ങും. അപ്പൊ ആദ്യം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പതറിപ്പോകുന്ന ഒരു ഇതുണ്ടാവും. അപ്പൊ അതിന് ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ലജ്ജ, അല്ലെങ്കിൽ മറ്റുള്ളവർ കോൺഷ്യസ് ആവോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്താവോ, തെറ്റിപ്പോവോ എന്നൊക്കെയുള്ള ആ ചിന്താഗതി നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങലാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൽ മാറുള്ളൂ. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതാണ് ചെറിയ ചെറിയ സ്റ്റേജുകളിൽ നിന്ന്. അങ്ങനെ ഇപ്പൊ ഇന്നിപ്പോ കാണുന്ന വലിയ പ്രഭാഷകരൊക്കെ അവര് കഴിഞ്ഞ കാലങ്ങളിൽ, അവരുടെ തുടക്കത്തിലൊക്കെ അവര് ഇതേ പ്രയാസം അനുഭവിച്ച ആളുകളാണ്. എങ്ങനെ പ്രസംഗിക്കാൻ കഴിയാം. ഒരു സാഹചര്യത്തിൽ ഒരു പ്രഭാഷകനായൊന്നുമല്ല, നിരന്തരമായിട്ടുള്ള പരിശീലനം, പരിശ്രമം, നിരവധിയായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന പ്രഭാഷകരായിട്ട് മാറിയത്. അവർക്കും ഇതേപോലെ ഒരു വലിയ കാലഘട്ടം, ഭൂതകാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അത്തരം ലജ്ജ കാര്യങ്ങൾ, വഷളാവോ അല്ലെങ്കിൽ മറ്റുള്ളവര് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നിരന്തരമായിട്ട് പ്രസംഗങ്ങൾ നിരീക്ഷിക്കുക. ഒരുപാട് പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ എങ്ങനെയാണ് അവർ പ്രസംഗം തുടങ്ങുന്നത്, അവരെങ്ങനെയാണ് ബോഡി ലാംഗ്വേജ് വർക്ക് ആവുന്നത്, അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുക. അവരെങ്ങനെയാണ് വോയിസ് ടോൺ ഉപയോഗിക്കുന്നത്, വോയിസ് മോഡുലേഷൻ, കണ്ടന്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ദൈനംദിന നമ്മൾ നിരീക്ഷിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ അവസരങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ചെയ്ത് തുടങ്ങി അങ്ങനെ വലിയ പ്രഭാഷകനാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രഭാഷകനായി കഴിഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്. നിങ്ങൾ വലിയ റെസ്പെക്റ്റും അല്ലെങ്കിൽ റെക്കഗ്നേഷനൊക്കെ ഉള്ള ആളായിട്ട് മാറും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഹലോ. ഹലോ സാർ, ആ, കേൾക്കാമോ? യെസ് മാം, ചോദിച്ചോളൂ. ഹലോ, യെസ്, കേൾക്കുന്നുണ്ട്. കേൾക്കാമോ സാറേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. പല പ്രസന്റേഷൻ സ്കിൽസിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിലും സാറ് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് വ്യക്തി
നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനിയും സാറി പറഞ്ഞതുപോലെ നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വരണം. പിന്നെ എന്റെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മള് സ്റ്റോറീസ് ഒക്കെ പറയാൻ ഇവിടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഉള്ളതാണോ മറ്റുള്ള സ്റ്റോറീസ് ഒക്കെ പറയുന്നത് സാറേ? പ്രസംഗത്തിന്റെ ആ ഇടയ്ക്കൊക്കെ ഇപ്പം കുട്ടികളിലൊക്കെ ആണല്ലേ നമ്മള് പിള്ളേരുടെ സ്റ്റോറി ബുക്കൊക്കെ വായിച്ചാൽ മതിയായിരിക്കും അല്ലേ? സെപ്പറേറ്റ് ബുക്കൊന്നും അതിന് കാണില്ലല്ലോ. അതല്ല, സ്റ്റോറി പറയുന്നതും അനുഭവങ്ങൾ പറയുന്നതും രണ്ടും ഈ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്വന്തം അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ നമ്മളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പൊ കഥ പറയണെങ്കിലും എന്ത് ചെയ്യാണ്, ആ കഥ ഇപ്പൊ നമ്മളൊരു കഥ വായിച്ചു തുടങ്ങുമ്പോൾ ആ കഥ അവസാനിക്കും വരെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രത്യേക ക്യൂരിയോസിറ്റിയിൽ നിൽക്കും. അപ്പൊ കഥ ആയാലും അനുഭവങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മൾ ആ സംസാരിക്കാൻ പോകുന്ന, നമ്മളൊരു പ്രഭാഷണം നടത്താൻ പോകുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കഥ ആയിരിക്കണം എപ്പോഴും. അപ്പോഴാണ് ആ ഒരു പവർഫുൾ ഓപ്പണിംഗ് ആവുക. നിർബന്ധമായിട്ടും നമുക്ക് കഥകൾ ഉണ്ടായിരിക്കണം, കഥകൾ വായിക്കണം, അതല്ലെങ്കിൽ കവിതകൾ ആവാം, അല്ലെങ്കിൽ ഉപമകളാവാം, ഉദാഹരണങ്ങളാവാം, ഏതെങ്കിലുമൊക്കെ മഹാന്മാരുടെ കോട്ട്സ് ആവാം, അങ്ങനെ സ്വന്തം ജീവിതാനുഭവങ്ങളൊക്കെ ആവാം. അപ്പൊ അതൊക്കെ നമുക്ക് ആ ഒരു വിഷയത്തെ, നമുക്കൊരു വിഷയം കിട്ടും, അവിടുത്തെ ഓഡിയൻസ് ഏതൊക്കെ അറിയും. അപ്പൊ അതിന് കണക്ട് ആയിട്ട് വരുന്ന കഥകളും കവിതകളും ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അപ്പൊ അതൊക്കെ പ്രസംഗത്തിലെ ആളുകൾ, ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യണമല്ലോ നമ്മൾ പ്രസംഗം. അപ്പോഴാണ് നമ്മളെ പ്രസംഗത്തിലേക്ക് ആളുകൾ വരുള്ളൂ. ആ ശ്രദ്ധ നമ്മൾ പിടിച്ചു പറ്റണം അതിലൂടെ. അപ്പോൾ അത് കഥകൾ വായിക്കുക, കവിതകളൊക്കെ ഞാൻ അങ്ങനെ ഒരു ചെറിയ കവിത, ആ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, കവിതാ പുസ്തകം വരുന്നുണ്ടല്ലോ, അതൊക്കെ വായിച്ചിട്ട് കവിതകൾ കാണാതെ പഠിക്കുന്നുണ്ട്. കാരണം എന്താ, അത് നമ്മളെ പ്രസംഗത്തിൽ എപ്പോഴാണ് പ്രസംഗം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ആ കവിതകളൊക്കെ അതിൽ വെച്ചുകൊടുക്കാം. കഥകൾ വായിക്കുമ്പോൾ ആ കഥകൾ അതിൽ സന്ദർഭത്തിനനുസരിച്ച് വെച്ചുകൊടുക്കാം. ഉപമകൾ വെക്കാം, നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രസംഗകനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ചെറിയ രീതിയിൽ കഥകളും കവിതകളൊക്കെ പഠിച്ചു തുടങ്ങുക, കഥകളൊക്കെ മനസ്സിരുത്തി വായിക്കുക. അത് പിന്നെയും വായിക്കുമ്പോൾ നമ്മൾ അതിൽ സ്റ്റോർ ആവും. അപ്പൊ അതൊക്കെ പ്രസംഗത്തിൽ ഉപയോഗിക്കുക. ഇതൊക്കെ പ്രസംഗം മനോഹരമാക്കാൻ സഹായകരമാകുന്ന കാര്യങ്ങളാണ്, ടിപ്സുകളാണ്. അത് നിങ്ങളിപ്പോ യൂട്യൂബിലൊക്കെ ചില പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഥകൾ പറയുന്നുണ്ടാവും. കാരണം ഓഡിയൻസ് വെറും ഇങ്ങനെ കണ്ടന്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളല്ലല്ലോ. അപ്പോ അട്രാക്ഷൻ കൊണ്ടുവരാൻ, അതായത് ഓഡിയൻസിനെ നമ്മൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഥയും കവിതകളും ഉപമകളും ഉദാഹരണങ്ങളും ജീവിതാനുഭവങ്ങളൊക്കെ സഹായകരമാവും. അപ്പോൾ ഓരോ പ്രസംഗങ്ങൾ നിരീക്ഷിക്കുക. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന രീതിയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഷഫീഖ് സാറേ, ഞാൻ അനില മാവേലിക്കരയിൽ നിന്ന്. ഫൈസൽ സാറിന്റെ ഫ്രണ്ടാണ്, ഞാൻ ട്രെയിനറാണ്. ഓക്കെ. നന്നായിരുന്നു. ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു ട്രെയിനറാ ഫൈസൽ സാറ്. അപ്പൊ ഓക്കെ. സാറിന്റെ സ്റ്റൈൽ ആരോ ആദ്യം പറഞ്ഞു, സാറിന്റെ ഒരു സ്റ്റൈല് സാറിന് വന്നിട്ടുണ്ട്. ശരിയാ, സാറിന്റെ ഒരു സ്റ്റൈലുണ്ട്, നന്നായിരുന്നു. സാറ് റിച്ച്, കണ്ടന്റ് റിച്ച് ആണ്. ഓക്കെ, ഇതുണ്ട്, എവരിത്തിങ് ഓക്കെ, നോ പ്രോബ്ലം, എനിക്കൊന്നും പറയാനില്ല. സാറ് നല്ലൊരു ട്രെയിനറാണ്, നല്ല പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ ഈ കഥകൾ പറയുമ്പോൾ ഈ NLP ടൂളോട് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. NLP ഉപയോഗിച്ച് കഥ പറയുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, വണ്ടർഫുൾ. സാറേ, എനിക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റേ കയറാൻ പറ്റുള്ളൂ, റെക്കോർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഫൈസൽ സാർ എനിക്ക് അയച്ചു തരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, താങ്ക് യു. ക്വസ്റ്റ്യന് ചോദിക്കട്ടെ? കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. സാറെവിടെയാ സ്ഥലം? ഞാന് നാട്ടില് മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്ത് വെളിയങ്കോട്. ഓക്കെ. നിലവിൽ 14ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇപ്പോ കോഴ്സ് കഴിഞ്ഞു, ആദ്യത്തെ എന്റെ 1 hour സെഷനാണിത്. ഓ, വണ്ടർഫുൾ, വണ്ടർഫുൾ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. നേരത്തെ മറ്റേ സാറ് പറഞ്ഞ പോലെ തന്നെ ഫൈസൽ സാറും ഒരേ സ്റ്റൈലിലാ പോകുന്നത്. സംസാരത്തിൽ ചെറിയൊരു സ്ഥലത്തിന്റെ ഒരു ഇതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഫൈസൽ സാറ് ചന്ദ്രാപിന്നി തൃശ്ശൂർ സ്റ്റൈലാണല്ലേ? ഞാനതല്ല അല്ലേ? അതെ.
പക്ഷെ എന്നാലും എല്ലാം ആ ആക്ഷൻ സാറ് പറഞ്ഞല്ലോ പ്രസംഗത്തിൽ നമ്മൾ ആക്ഷന് ബോഡി ലാംഗ്വേജ് അതൊക്കെ പറഞ്ഞല്ല നന്നായിട്ട് അതേപോലെ തന്നെ പോകുന്നുണ്ട്. നന്നായി ഫീൽ ചെയ്ത് തന്നെ നല്ല ഉഷാറായി തോന്നി. ഫൈസൽ സാറ് ക്ലാസ് എടുക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് തോന്നിയത്. കാരണം ഞാൻ സാറിന്റെ ഓക്കെ. കൂടെ ട്രെയിനറിൽ ചേർന്നിട്ടുണ്ട്, പിന്നെ മോട്ടിവേഷനിലൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ ആ സമയത്തൊക്കെ കിട്ടിയ ക്ലാസ്സുകള് സാറിന്റെ വോയിസുകൾ ഇന്നും ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ക്ലാസ്സിന് പോണ സമയത്ത് ആ വോയിസ് കേട്ടിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം അത്രയും ഓക്കെ. എന്ന പോലെ തന്നെ ഇപ്പൊ ഷെഫീഖ് സാറും പറ്റുകയാണെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് വോയിസ് ഒക്കെ ഇട്ട് തരികയാണെങ്കിൽ നമുക്കൊരു ഉപകാരപ്പെടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ തന്നെ റസിയ മാമ ഏത് ബാച്ചിലായിരുന്നു? റസിയ മാമ ഏത് ബാച്ചിലായിരുന്നു? എനിക്ക് വലിയൊരു ഓർമ്മയില്ല. 4th ബാച്ചിലാണെന്നാ തോന്നുന്നത്. നീ സാറിനോട് ആ ചോദിച്ചാൽ അറിയാം, ഫൈസൽ സാറിനോട്. വലിയൊരു ആ ഓർമ്മയില്ല. ഞാൻ നന്നായിട്ട് 14ാമത്തെ ബാച്ചിലാണ്. അപ്പൊ സാർ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ? ഫൈസൽ സാറിനോട് ഞാൻ എന്റെ എല്ലാ സംശയങ്ങളും സാറിനോട് ചോദിക്കുന്നുണ്ട്. എപ്പോ ചോദിച്ചാലും നമുക്ക് അതിന്റെ മറുപടിയാ. സാറ് നമ്മൾ ഒരു വോയിസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വോയിസ് കാണുന്ന സമയം എപ്പോഴാണ് ആ നിമിഷം നമുക്ക് അതിന് മറുപടി തരും. അപ്പൊ അത് നമുക്കൊരു അത്രയും വലിയൊരു ഉപകാരം. അതേപോലെ തന്നെ ഷെഫീഖ് സാറോടും പറയാനുള്ളത്, നമ്മള് മുൻപറ്റേ ഇല്ലെങ്കിൽ ഒരു അപരിചിതരെ പോലെ കാണാതെ എപ്പോഴും ഇങ്ങനെ ഇതേപോലെയുള്ള നല്ല വോയിസുകളൊക്കെ തരികയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. കാരണം ഞാനൊരു തീർച്ചയായിട്ടും. ടീച്ചറാണ്, അതുകൊണ്ട് പറയാണ്. നമുക്ക് സ്കൂളിൽ കുട്ടികളായിട്ട് ഞാൻ ഇപ്പൊ കുറെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ഓക്കെ നമുക്ക് ഓക്കെ. കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ സാർ ഇന്ന് എടുത്ത ക്ലാസ് തന്നെ മുൻപേ നമുക്ക് ഫൈസൽ സാർ ഇതേ ക്ലാസ്സുകൾ തന്നെ മോട്ടിവേഷന്റെ സമയത്ത് തന്നിട്ടുണ്ട്. അപ്പൊ സാർ ആ പോയിന്റുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ സാറ് പറഞ്ഞ പോയിന്റുകളൊക്കെ പിൻ ചെയ്ത് വെച്ചതാ. അതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് അതിലേക്ക് വരാൻ കഴിഞ്ഞു. അപ്പൊ അതാണ് ഈ തീർച്ചയായിട്ടും. ഗ്രൂപ്പിൽ ഇപ്പൊ വന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എത്രത്തോളം നമുക്ക് ഷെഫീഖ് സാറിനായിട്ടും ഫൈസൽ സാറിനായിട്ടും അടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗ്രൂപ്പിൽ വന്നവരോടൊക്കെ. വരാത്തവർക്ക് തീർച്ചയായിട്ടും. ഒത്തിരി നഷ്ടമാണ്, സന്തോഷം. സത്യമായിട്ടും നഷ്ടമാണ്. ഇന്നത്തെ ഈ ക്ലാസ് ആ, ഒക്കെ കേൾക്കാത്തവർക്ക് ആ, നഷ്ടമാണ്. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം മാം. താങ്ക് യു സർ. സമയം കിട്ടുന്നതിനനുസരിച്ച് സാർ ഇതേപോലുള്ള ക്ലാസ്സുകൾ തരണം കേട്ടോ. ഓരോന്നിലും തീർച്ചയായിട്ടും. സബ്ജക്ട് ശ്രമിക്കാം. വ്യത്യസ്തമായിക്കൊണ്ട്. ഓക്കെ ഓക്കെ ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ആർക്കും ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ പതുക്കെ കണ്ടു വൈകുന്നേരം ചെയ്യായിരുന്നു. ചോദിക്കാൻ മടിയായിട്ടായിരിക്കും സാറേ, അങ്ങനെ ഉണ്ടല്ലോ ആളുകള്. കാരണം എങ്ങനെ ഇപ്പൊ നമ്മൾ ചോദിക്കാതെ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാനായിട്ട് വരുന്ന ആളാണ്. കേട്ടാ എവിടെ ആയാലും എന്ത് ക്ലാസ്സിലാണെങ്കിലും മുന്നിൽ ഇരിക്കുക. അപ്പൊ സാറ് പറഞ്ഞല്ലോ മുന്നിൽ ഇരിക്കണം എന്നുള്ളതൊക്കെ. എല്ലാവരും ബാക്കോട്ടാണ് പോവുക. ഞാൻ ക്ലാസ് കൊടുക്കുന്ന സമയത്തും പറയുന്നത് മുമ്പോട്ട് വരാനാണ്. മുമ്പിൽ ഇരിക്കുക. ഞാൻ കൂടെ പോയാലും മുമ്പിലേ ഇരിക്കുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നമുക്ക് അറിയുന്നതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അറിയില്ല എന്ന് തുറന്ന് പറയാലോ. എല്ലാം ഇപ്പൊ എല്ലാവരും അറിയുന്നവരാവൂലല്ലോ. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കണ്ട എന്തായാലും. തീർച്ചയായിട്ടും. ഹലോ സാറേ, ഞാൻ കുഞ്ഞു മുഹമ്മദ്. അതെ, പെരുമ്പാവൂരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ നിങ്ങൾ നടത്തുന്ന കണ്ടക്ട് ചെയ്യുന്ന മറ്റു കോഴ്സുകളെ കുറിച്ചൊന്ന് ബ്രീഫ് തരാണെങ്കിൽ നന്നായിരുന്നു. അത് ഫൈസൽ സാറാണ്. ഫൈസൽ സാറിനോട് പറയാം. അപ്പൊ പേഴ്സണലി അയച്ചു. ഞാന് ശരിക്ക് ഫൈസൽ സാറിന്റെ 14ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. എന്റെ 1 hour സെഷൻ. അപ്പൊ ഫൈസൽ സാറാണ് വിംബിൾ അക്കാദമിക്ക് കീഴിൽ കോഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സാറ് പേഴ്സണലി അയച്ചു അതിന്റെ ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽ, എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു. കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ. ഖദീജ മാം, പ്രശ്നമൊന്നുമില്ല? ഖദീജ മാം ഉണ്ട്, ഷംസീറ CV, സുലൈഹ മാം. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ മെല്ലെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഹലോ പറഞ്ഞു. സാർ, ഞാൻ തുടക്കത്തിൽ വന്നു, ജസ്റ്റ് അതിന്റെ ഇടയിൽ ഒന്ന് പോയിട്ട് പിന്നെ ഇടക്കാ കയറിയത്. എന്നാലും സാറിന്റെ ക്ലാസ്
നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഫീഡ്ബാക്ക് ആ. എന്താണ്. ഞങ്ങൾ ഇനിയും സാറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും. നന്നായിട്ട് ഇതുപോലുള്ള സെക്ഷൻ അവതരിപ്പിക്കാൻ സാധിച്ചതിനും അതുപോലെ എല്ലാവർക്കും സാർ ഉദ്ദേശിച്ച കാര്യങ്ങള് മറ്റുള്ളവർക്ക് എത്തുകയും ചെയ്തു അല്ലെ. നമ്മളും ഒരു ട്രെയിനർ എന്നുള്ള നിലയിൽ അത് തന്നെയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഓക്കെ മിസ്. ആഗ്രഹിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മാറ്റം ഇത് കേട്ടവർക്ക് തന്നെ, അല്ലാത്തവർക്ക് ഇപ്പൊ റെക്കോർഡിങ് കേൾക്കാലോ. അപ്പൊ നമ്മുടെ യെസ്. മാറ്റം തന്നെയാണ് നമ്മളെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ സാറിന് ഏതായാലും ഇന്നത്തെ സെക്ഷനിൽ അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് കിട്ടിയെന്ന് പറയാൻ ആഗ്രഹിച്ചവരുണ്ടാവും, ചിലപ്പോൾ പറയാൻ മടിച്ചു നിൽക്കുന്നതാവും, അല്ലെങ്കിൽ വേറെ തിരക്കിൽപ്പെട്ടതാവും. അപ്പൊ എല്ലാവരുടെയും കൂടി താങ്ക്സ് അറിയിക്കുകയാണ്. ഒന്നുകൂടി സാറിനോട് പറയാനും അക്കാഡമിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ സാറിനെ ഇങ്ങനെയുള്ള ഒരു ട്രെയിനർ നമുക്ക് ലഭിച്ചതിലും ഒന്നുകൂടി സർവശക്തനോട് നന്ദി അറിയിച്ചുകൊണ്ട് സാറിന്റെ തുടർ ഇതിലേക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും എല്ലാ പാർട്ടിസിപ്പേഷനും നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.